അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഒരു അതിദയനീയമായ കാഴ്ചയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടിയെ അദബ് പഠിപ്പിക്കുന്ന ഭാഗമായി ഒരു ഉസ്താദ് ഒരു ശിക്ഷ നൽകിയതിൻ്റെ പേരിൽ, ഒരടി അടിച്ചതിൻ്റെ പേരിൽ ആ കുട്ടിയുടെ മാതാവും പിതാവും വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദിനെ തിരിച്ചു തല്ലുന്ന ഒരു കാഴ്ചയാണ്. സംസാരത്തിൽ മാത്രമല്ല, അടിച്ച് പകരം വീട്ടുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഒരു കാലഘട്ടത്തിൽ മറ്റൊരു രൂപമായിരുന്നു ചില രക്ഷിതാക്കൾ എടുത്തിരുന്നത്. ഉസ്താദിനോടുള്ള മുൻവൈരാഗ്യമോ അല്ലെങ്കിൽ അടങ്ങാത്ത കലിപ്പോ തീർത്തിരുന്നത് ആ ഉസ്താദിൻ്റെ പേരിൽ പോക്സോ കേസ് പ്രകാരം ജയിലിനടച്ച് പകരം വീട്ടുന്ന ചില വാർത്തകളൊക്കെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. തൻ്റെ കുട്ടിയെ പീഡിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് അധ്യാപകരെ പോക്സോ കേസ് പ്രകാരം ജയിലിലടച്ച് അവരുടെ വൈരാഗ്യമൊക്കെ തീർന്ന് അവരുടെ പിശാചിൻ്റെ സ്വഭാവമൊക്കെ അടങ്ങുമ്പോൾ പിന്നെ വന്ന് മാപ്പ് പറയുന്ന ഒരു രീതി ഒട്ടനവധി കേസുകളിൽ നമുക്ക് കാണാൻ സാധ്യമാകും. എന്നാൽ ഈ കുടുംബം എടുത്ത ഈ നടപടി വളരെ വ്യത്യസ്തമായ ഒന്നാണ്. മറ്റു ഉസ്താദുമാരുടെ മുമ്പിൽ വെച്ച് ആ ഉസ്താദിൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്ന, ഒരിക്കലും ഒരു ഈമാനുള്ള മനുഷ്യൻ കാണാൻ ആഗ്രഹിക്കാത്ത ഈ കാഴ്ച വളരെ സങ്കടപ്പെടുത്തുന്ന ഒന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതിൻ്റെ ആത്മീയ വശത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ ഗുരുത്തക്കേട് മാപ്പ് പറച്ചിൽ കൊണ്ട് അവസാനിക്കുന്ന ഒന്നേ അല്ല. ഈ കുട്ടി കാരണമായിട്ട് തന്നെ ഈ മാതാപിതാക്കൾ ഈ ഉസ്താദിൻ്റെ ഗുരുത്തക്കേട് ഏറ്റുവാങ്ങേണ്ടി വരും. ഈ മകൻ മുഖേന തന്നെ ഈ മാതാപിതാക്കൾ ഇതിൻ്റെ ശിക്ഷ ദുനിയാവിൽ വെച്ച് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആത്മീയ വശം. മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും നമ്മൾ ഇതുപോലെ ആക്രമിച്ചാൽ ഈ ദുനിയാവിൽ നിന്ന് തന്നെ റൂഹ് പിരിയും മുമ്പ് അനുഭവിച്ചിട്ടേ മരിക്കുകയുള്ളൂ. വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾക്ക് ഉസ്താദുമാരോട് മുൻവൈരാഗ്യമോ അല്ലെങ്കിൽ തൻ്റെ കുട്ടിയെ അദബ് പഠിപ്പിച്ചതിൻ്റെ പേരിൽ അടിയോ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റുമായി ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അതിന് പകരം നേരിട്ട് വന്നുകൊണ്ട് ഈ അക്രമം ഒരിക്കലും